അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് സാധാരണ നമ്മൾ എന്താ പറയുക വീട്ടിൽ നിന്നുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മളുള്ളത് കറൻ്റ്ലി നമ്മൾ ഊട്ടിയിലുള്ള റിസോർട്ടിലാണ് കേട്ടോ. ഇത് വന്നിട്ട് മോർണിംഗ് ഡ്യൂസ് വില്ലാസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. എന്താ പറയുക, നല്ല ഫുൾ വൈബായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ നിഷു എടുത്ത് തരുന്നതുകൊണ്ട് ഭയങ്കര ഷെയ്ക്കായിരുന്നു ആ വീഡിയോക്ക്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. സോ ഞാനിങ്ങനെ ഇത് വോയിസ് ഓവർ കൊടുത്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചേ, അല്ലെങ്കിൽ എൻ്റെ ഉള്ള നിലയും വിലയും പോകും. അത്രയും ഷെയ്ക്കാണ് ആ വീഡിയോക്കകത്ത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ മോർണിംഗ് വിശേഷങ്ങളിലോട്ട് വരാം. രാവിലെ ഇവിടുന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നിങ്ങൾക്കത് എന്തായാലും മനസ്സിലാക്കാൻ കഴിയും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ. ആകെ മൊത്തം കോടയൊക്കെ പിടിച്ച് സംഭവം സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാനും ഉപ്പച്ചിയും അനിയത്തിയും മാത്രമേ എണീറ്റിട്ടുള്ളൂ. കുട്ടികളൊക്കെ നല്ല ഉറക്കാട്ടോ. കുട്ടികളുടെ കൂട്ടത്തിൽ അവരുടെ നാദനം കൂടെ കിടന്നുറങ്ങണുണ്ട്. ഇവിടുന്ന് എണീക്കാനേ തോന്നൂല, നല്ല തണുപ്പും എന്താ പറയുക ഭയങ്കര സുഖം കിടന്നുറങ്ങാൻ തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ എണീറ്റിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ പറഞ്ഞുറപ്പിച്ചതായിരുന്നേ നമുക്ക് മോർണിംഗ് വാക്കിന് പോകണം എന്നുള്ളത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമാധാനത്തിലൊരു മോർണിംഗ് വാക്ക് അതൊരിക്കലും സാധ്യമാവില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാ നാട്ടിലും അതുപോലെ തന്നെ ആവണമെന്ന് ഇല്ല, ഒരിക്കലും ഇല്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നടത്തം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതല്ല ഗൈസ്, ഞാൻ ഇപ്പോഴും നിങ്ങളെടുത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓഫർ കിട്ടിയെന്നുള്ളത്, അതായത് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിനകത്ത് താമസിച്ചു എന്നുള്ളത്. എൻ്റെ ഹൗസ് വാമിങ്ങിന് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബിഗ് ഓഫറാണ് കേട്ടോ ഇത്. അതായത് ട്രാവൽ ചാർജ് അതൊക്കെ നമ്മളുടെ സ്വന്തം റിസ്കിൽ തന്നെയാണ്. അതല്ലാണ്ട് ജസ്റ്റ് ഈ ഒരു റിസോർട്ടിൽ താമസിക്കാനുള്ള ആ ഒരു സൗകര്യം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അവരുടേതാണ് കേട്ടോ. അതായത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു ബിഗ് ഓഫർ തന്നെയായിരുന്നു. ഇവിടെ മൊത്തം കുറേ ഫ്ലവേഴ്സാണ്, പല തരത്തിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. കുറേയൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടതാണ്, കുറേ നമ്മൾ നാട്ടിൽ കാണാത്തതുമാണ്. നമ്മുടെ വില്ല വരുന്നത് താഴെ ഭാഗത്താണ് കേട്ടോ. പക്ഷേ അതൊന്നും അവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഈ ഭാഗത്തേക്കായിട്ട് കുറേ ഉണ്ട്. ഇവിടെ ചിലതിലൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട്, ചിലതിലൊന്നും ആളും മനുഷ്യനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. ചില ഭാഗങ്ങളൊക്കെ പണി തീരാനുണ്ട്, ചില ഭാഗങ്ങൾ പണി തീർന്നത് തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കിടക്കണുണ്ട്. സമയം ഒരു 6:30-7 മണി എങ്ങാണ്ടായിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കുടിക്കാമെന്നും വിചാരിച്ചേ. ആദ്യം നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ മാത്രം കണ്ട് തിരിച്ചു പോകാമെന്നായിരുന്നു. പിന്നീടാണ് നമ്മുടെ പ്ലാൻ മാറിയത്, താഴേക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ കടയിൽ കയറിയിട്ട് ചായ കുടിക്കുക എന്നുള്ളത്. ഇത് ഒരു വെറൈറ്റി റോസാണ് ഗൈസ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പക്ഷേ അങ്ങനെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് തേയിലൻ്റെ ചാകരയാണ് കേട്ടോ ഇവിടെ. എവിടെ നോക്കിയാലും അതിനെ കാണാനുള്ള റോഡ് സൈഡിൽ പോലും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇവിടുന്ന് ഒരു ഇൻട്രോ എടുക്കാൻ നോക്കിയതാണ്, ബട്ട് അതും പാളിപ്പോയി. അപ്പൊ ഞാൻ ബാക്കടിച്ച് വീണാ കുഴപ്പമില്ലാതെ എന്നാ ചലിച്ചൂട്ട്. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഊട്ടിയിലുള്ള എന്താ സ്ഥലത്തിൻ്റെ പേരിപ്പോൾ. അങ്ങനെ ഈ ഒരു ഇൻട്രോയും ചീറ്റി പോയിട്ടുണ്ട്. അതും ഞാൻ അവിടം കൊണ്ട് അങ്ങ് നിർത്തി വെച്ച്. ഇത് നമ്മൾ ഈ വില്ലയിലോട്ട് കയറി വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെയും കുറേ പണികൾ നടക്കാനുണ്ട്, നടന്നുകൊണ്ടിരിക്കണമുണ്ട്. ചായക്കടയിലോട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോവാനുണ്ട്. ആ പോണ വൈക്കലുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടിട്ട് ഞാനും അനിയത്തിയൊക്കെ ശരിക്കും വണ്ടറടിച്ച് പോയിട്ടോ. നമ്മളിങ്ങനെ ദൂരത്തുനിന്ന് കാണാമെന്നല്ലാതെ ഇത്ര അടുത്തായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ. ഒരാളുടെ ഹൈറ്റിലൊക്കെ ആ വീടിൻ്റെ ആ ഒരു ഇത് വരുന്നുള്ളേ. ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ ചായക്കടയിൽ എത്തി. ഇവിടെ ഉണ്ടല്ലോ ഈ ഉണ്ട ഉണ്ടല്ലോ, അത് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ സംഭവം സെറ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കട്ടി വേണ്ടെന്ന് പറയും. ഇതിലെന്താ ജീരകപ്പ ബോണ്ടിലോ? ആ ഏത് കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ഇനി നമ്മളെ നാട്ടിലെ ഹോട്ടലിലാണെങ്കിൽ പോലും ശരി, എന്താ പറയുക, ആദ്യം നമുക്ക് അവർ സ്നാക്സ് തരും, അതിനുശേഷം മാത്രമേ ചായയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വന്നപ്പോൾ രാവിലെ അതാണ് എനിക്ക് പറ്റുന്നത്.
പിന്നെ എന്താ വണ്ടി 3 പൗണ്ടാണ് പന്നുണ്ട വയസ്സ് 26 വയസ്സായി. ഇപ്പോഴും എൻ്റെ ഡാഡി ചൂടാറ്റി കൊടുത്തിട്ട് വേണം. എനിക്ക് ചൂട് കഴിയൂലേ. എന്ത് ചെയ്യുക ആ ഗ്ലാസ് ഒന്നും ചൂടാറിയിട്ട് അങ്ങനെതാ നമ്മൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 പേര് അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങല്ലേ. അപ്പോൾ അവർക്കുള്ളതും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പോയപ്പോൾ നമ്മൾ സാവധാനം അവിടെ മൊത്തം ആസ്വദിച്ച് കണ്ടിട്ടായിരുന്നു പോയിൻ്റെത്. പക്ഷേ പോന്നപ്പോൾ അങ്ങനെയല്ല, ഐബുട്ടൻ എണീറ്റോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കരുതിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നടന്ന് ഏകദേശം ഒരു പകുതി ആയപ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു, ഐബുട്ടൻ എണീറ്റു എന്നും പറഞ്ഞിട്ട്. പിന്നെ അവനെ കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ വരുന്ന വരെ അങ്ങോട്ട് നിന്നോളും. അമ്പുടു ഞങ്ങൾ താറ്റു പോയതേനെ അമ്പുട്ടിനെ സാപ്പി കട്ടൻ കുടിക്കാത്ത സാപ്പി. മമിതന്റെ മാരി മുന്നിൽ മുടി കെട്ടിയതാ കുഞ്ഞാ. ഇതൊക്കെ മൈമുനാന്റെ മാരി ആയിട്ടില്ല. ഇക്കത്തുറ്റാടോ ഇക്കത്തുണ്ടായി ആണോ ആണോ മൂക്കല്ല സൂമ എന്നല്ല ഇവിടെ വന്നതിന് ശേഷം ആയതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വൃത്തിയുള്ള സുന്ദരനാണ്. പോയതും വന്നതും ഒന്നും അറിയാതെ ഉറങ്ങുന്ന നിഫ്രകുട്ടൻ ഒരു വിരലിതാ വായിൽ. നമ്മുടെ ഈ ഒരു വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഇവിടുന്നാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് അതിനുശേഷം ഇവിടുത്തെ പ്ലേസ് കാര്യങ്ങളൊക്കെ, അതായത് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു ലോങ് വീഡിയോ പ്ലാൻ ആക്കിയത്. അതെന്തായാലും ചീറ്റി പോയ സ്ഥിതിക്ക് അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് പാർക്ക് ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല അല്ലേ അപ്പം ഇവിടെ പാർക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളെ റൂമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നേക്കുവാണ്. നമ്മളെ റൂം അതാ അവിടെ ആയിട്ടാണ്, ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ആയിട്ടാണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് അല്ല ഞാൻ ഇവിടെ നിൽക്കണ കഴിക്കോ, തെക്കോട്ട് എടുക്കാനായിട്ടില്ലപ്പാ. ഇവിടുത്തെ പടിഞ്ഞാറ് ഏതാ തെക്കേതാ നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതാ അവിടെ എൻ്റെ വിരൽ കാണുന്നുണ്ടോ, ആ ഭാഗത്തായിട്ടാണ് നമ്മളെ റൂമൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ആണ്. ഇവിടെ താഴത്ത് ഈ ഒരു സൈഡിലൊക്കെ വരുന്നത് ഫുൾ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ടല്ല, ഇവിടുത്തെ ആ ഒരു റോഡ് സൈഡിൽ പോലും തേയിലയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ ആകെ മൊത്തത്തിലുണ്ട്. പിന്നെ ഇവിടുത്തെ മൊത്തത്തിലുള്ള ക്ലൈമറ്റ് ശരിക്കും നമ്മൾ ഈ ഒരു ഡിസംബർ മന്ത് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ആ ഒരു തണുപ്പിൻ്റെ ഫീലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടണില്ലേ പൊടതിയെ ഇതിൻ്റെ തന്തപ്പൊടിയും നെഞ്ചത്തിയും കുട്ടികളും നല്ല ആട്ടാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഊനാലാടാണ്. ഈ ക്യാമറ എന്നെ തന്നെ നോക്കിക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെടിയൊക്കെ പൊക്കി പോയിന്. നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ചെടിയുണ്ട്. പക്ഷെ കണ്ടോ, നോക്കണത് കണ്ടോ. ഇതാണ് ഗൈസ് ഈ ഒരു റൂമിനകത്താണ് നമ്മളുള്ളത്. അതെ എൻ്റെ ഹസ്ബൻഡ്. ഒരു സ്റ്റെപ്പ് കയറിക്കല അത് കയറുന്നുണ്ടാവുക. കുഞ്ഞങ്ങോട്ട് നോക്കി. സെൽഫി എടുക്കുകയാണെന്ന് കരുതിയിട്ടാണ് ആൾ നിന്ന് തന്നത്. ഇത് യൂട്യൂബിലിടാനായിരുന്നു എന്നറിയുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതായിരിക്കും. എന്തായാലും ബാക്കി വിശേഷങ്ങൾ, അതായത് തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.